ഹലോ ഗായ്സ്, വെൽക്കം ടു ഹാപ്പി ബേബി ഫിഷിംഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഫിഷിംഗ് വീഡിയോ അല്ല ഗായ്സ്, പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള കാര്യം, അതുപോലെ തന്നെ കുറേ മാസങ്ങളായിട്ട് കുറേ ദിവസങ്ങളായിട്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യം നമ്മൾ സാധിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഗായ്സ്. കാര്യം എന്താണെന്ന് പറയട്ടെ ഗൈസ്, നമ്മൾ പുതുതായിട്ട് റോഡും റീലും മേടിക്കാൻ തീരുമാനിച്ചു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം കുറേ നാളായിട്ട് നമ്മൾ ഈ ചെറിയൊരു റീലും റോഡും കൊണ്ടാണ് കേട്ടോ. അതിൽ മീൻ കാര്യമായിട്ട് കിട്ടില്ലെങ്കിലും ഞാൻ അത്യാവശ്യം നല്ലതുപോലെ മീൻ പിടിക്കാനൊക്കെ പഠിച്ചിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഫൈനലി നമ്മൾ നല്ലൊരു റോഡും റീലും മേടിക്കാൻ തീരുമാനിച്ചു. സോ നിങ്ങളുടെ ഹെൽപ്പ് എനിക്ക് എന്തായാലും വേണം. കാരണം എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിയില്ലെങ്കിലും നിങ്ങൾക്ക് നല്ലതുപോലെ എല്ലാം അറിയാലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പറയണം ഏതാണ് നല്ല റോഡ്, ഏതാണ് നല്ല റീലെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം അതിൽ നിന്ന് കുറേ കമൻറ്റ്സ് ഏതാണോ സിമിലർ ആയിട്ട് വരുന്ന ആ ഒരു റോഡും റീലും ഞാൻ മേടിക്കാന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഞാൻ മേടിച്ച് കഴിഞ്ഞിട്ട് ഇതാണോ മേടിച്ച് എന്ന് പറയരുത്. അതുകൊണ്ട് നിങ്ങൾ നല്ലതുപോലെ എനിക്ക് ഹെൽപ്പ് ചെയ്യണം ഗൈസ്. എൻ്റെ ആവശ്യം ഇത്രയേ ഉള്ളൂ. കടലിൽ, കായലിൽ, കുളത്തിലൊക്കെ ചൂണ്ടിടാൻ പറ്റിയ നല്ലൊരു റോഡും റീലും ആയിരിക്കണം. പിന്നെ എനിക്ക് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയ നല്ലൊരു ഇതായിരിക്കണം. പിന്നെ വരാലിന് പിടിക്കാൻ വരാൽ ഉറപ്പായും കിട്ടും എന്നുള്ളൊരു ഫ്രോഗ് കൂടി നിങ്ങൾ റെക്കമെൻഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾ പറയണതിനനുസരിച്ചായിരിക്കും ഞാൻ മേടിക്കാൻ വേണ്ടി പോകുന്നത്. എന്നാലും എനിക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ വേഗം ഒന്ന് കമൻറ്റ് ചെയ്ത് തന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. പിന്നെ കുറേ ദിവസമായിട്ട് നല്ലതുപോലെ ഫിഷിങ്ങിന് പോയി അവസാനം മീനും കിട്ടുന്നില്ല. പക്ഷെ നല്ലതുപോലെ ടയേർഡായപ്പോൾ ഇന്ന് നമ്മൾ ഫിഷിങ്ങിന് പോകുന്നില്ല ഗൈസ്. പക്ഷെ നമ്മൾ ഉറപ്പായിട്ടും അടുത്ത ദിവസം പോകുന്നതായിരിക്കും. അടുത്ത ദിവസം പോകുന്നത് എന്തുകൊണ്ടാണ് അറിയോ ഗൈസ്? നമ്മുടെ സ്ലിംഗ് ഷോട്ട് വെച്ചിട്ടാണ്. പക്ഷെ ഇല്ലേ, ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. ഇത് ഒക്കെ വേറെ വിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്ന് സെറ്റപ്പ് ചെയ്യണം. ഇതിനിപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ നോക്കി എങ്ങനെയാണ് ഇത് സെറ്റപ്പ് ചെയ്യണമെന്നൊക്കെ നോക്കണം കേട്ടോ. ഇതിൻ്റെ അവസ്ഥ ദൈ കണ്ടോ, ഇതിങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ. നമ്മൾ 1500 രൂപ കൊടുത്ത് മേടിച്ചതാണ് ഗൈസ് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ സ്ലിംഗ് ഷോട്ടിൻ്റെ അവസ്ഥ. അപ്പോൾ കുറേ കമൻറ്റ്സ് വരുന്നുണ്ട്, ചേച്ചി സ്ലിംഗ് ഷോട്ടിൽ മീൻ പിടിക്കുകയെന്ന് പറഞ്ഞിട്ട്. ഉറപ്പായും ഗൈസ് നമ്മൾ അടുത്തത് സ്ലിംഗ് ഷോട്ടായിട്ട് മീൻ പിടിക്കണ വീഡിയോ ആയിരിക്കും ഉറപ്പായിട്ട് ഇടാൻ വേണ്ടി പോകുന്നത്. നമ്മൾക്ക് ആദ്യം സ്ലിംഗ് ഷോട്ടൊക്കെ സെറ്റപ്പ് ചെയ്യണം ഗൈസ്. പിന്നെ നിങ്ങളോട് പറയാത്തൊരു സീക്രട്ട് ഉണ്ട്. എന്താണെന്ന് വെച്ചല്ലേ, നമുക്ക് സ്വന്തമായിട്ട് കുളമുണ്ട് ഗൈസ്. കുളത്തിൽ മീനുണ്ടോ ചോദിച്ചാൽ മീനുണ്ട്. പക്ഷെ അതിൽ കൂടുതലില്ലേ കീരി, പാമ്പ്, പിന്നെ ഉടുമ്പ്, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതുവരെ നമ്മുടെ കുളത്തിൽ പോവാത്തത്. ഇവിടെ കുറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ പാമ്പൊക്കെ ഉണ്ട്. നോക്കോ, അതോ അവിടെ കണ്ടോ അതോ അതിൻ്റെ ഉള്ളിലില്ലേ കുറച്ച് വെള്ളമുണ്ട്. ഇത് നമ്മുടെ കുളമാണ് കേട്ടോ. കുറച്ച് വെള്ളമുണ്ട്, കുറേ മീനിങ്ങനെ പൊളയ്ക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ അത് മീൻ തന്നെയാണ് എന്ന് നമ്മൾക്ക് ഉറപ്പ് വരുത്താനും പറ്റില്ല. കാരണം അവിടെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇതുവരെ ഞാൻ അങ്ങോട്ടൊന്നും പോയിട്ടില്ല. അയ്യോ, ഇവിടെ എന്തൊക്കെയോ സൗണ്ട് കേൾക്കണേ. ഞാൻ ഈ ടാങ്ക് ക്ലീൻ ചെയ്തിട്ട് ഒരാഴ്ച 2ആഴ്ചയൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. പക്ഷെ നോക്ക്, പിന്നെയും വേഗം ചളിയാവുന്നുണ്ട് കേട്ടോ. അത് എന്തുകൊണ്ട് അത്ര ചളിയാവുന്നതെന്ന് അറിയില്ല. ഇതിലിപ്പോൾ കുറേ മീനുകളെ കിട്ടുകയാണ്. പക്ഷെ ഇപ്പോൾ വരാല് മാത്രമേ ഉള്ളൂ. വരാല് എല്ലാ മീനിനെയും തിന്നുന്നാണ് ഗൈസ് തോന്നുന്നത്. കടുമീനൊന്നും കാണാനില്ല, കരിപ്പിടിയും. അപ്പൊ ഈ വരാലെല്ലാം മീനും തിന്നൂട്ടോ. വെള്ളം ഒന്ന് വരങ്ങട്ടെ, എന്നിട്ട് നമ്മൾ വരാലിന് പിടിക്കാട്ടോ. എന്നിട്ട് കാണിച്ചു തരാവേ ഗൈസ്. നമ്മൾ കള്ളനെ കയ്യോടെ പൊക്കിയിരിക്കുകയാണ്. അവനൊന്നും അറിയാത്ത പോലെ അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. പക്ഷെ ഇല്ലേ, നീ കണ്ടോ ഒരു മീനിന്റെ മുള്ള് കണ്ടോ? അപ്പൊ ഏതോ മീനല്ല, എല്ലാ മീനിനെയും അവൻ അടിച്ചെന്നാണ് തോന്നണത്. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ പാവം നിഷ്കൂനെ പോലെ ഇങ്ങനെ കിടക്കുക. ഗൈസ്, ഇതാണ് നമ്മുടെ വരാല്. കണ്ട, ഇത്ര വലുതാണ്. ഇവനെ കുറച്ചധികം സാഹസികതയോടുകൂടി ഞാൻ പിടിച്ചണം ഗൈസ്. കണ്ടോ, ഇതാണ് നമ്മുടെ വരാല്. നല്ല തടിയുണ്ടല്ലേ. ഒരു പരിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. നമ്മുടെ ടാങ്കിലുള്ള കാര്യം ആർക്കും അറിയില്ല. ഈ വീഡിയോ വരുന്നത് കൂടി ഇത്രയും വലിയ വരാല് നമ്മുടെ ടാങ്കിലുള്ള കാര്യം നാട്ടുകാർ മൊത്തം അറിയും ഗൈസ്. കണ്ടോ, ഇത്രയും വലുതായിട്ട് നമ്മൾ മേടിച്ചിട്ട് 1-2 മാസമായിട്ടുണ്ട്. നോക്ക് എൻ്റെ പൊന്നോ, നല്ല രസമുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. ആശാൻ അടങ്ങി ഒതുങ്ങിയിരിക്കുകയാണ്. എന്താണെന്നറിയില്ല. പാവം എങ്ങനെയെങ്കിലൊക്കെ വീഡിയോ എടുത്തിട്ട് പോട്ടെ എന്നാണ് തോന്നുന്നത് അവൻ്റെ മനസ്സിൽ. ഉണ്ടോ ഇത്ര എൻ്റെ കയ്യിനെയും കോട്ട് നീട്ടുണ്ട്. അതിൻ്റെ തലയൊക്കെ നോക്ക്, കണ്ട തല. ഇനി നമ്മൾക്ക് ടാങ്കിൽ കൊണ്ട് ഇടാട്ടെ, അല്ലെങ്കിൽ അവൻ ചത്തുപോകും. ഇത് നോക്ക് അമ്മാ.
നമ്മുടെ വരാലിൻ്റെ സൈസ് കണ്ടില്ലേ, നല്ല തടി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മളെ ചൂണ്ടിയിട്ട് പിടിക്കുന്ന കടുമീനും മറ്റേ കരിപ്പിടിയൊക്കെ അവൻ നല്ലപോലെ തിന്നിട്ട് ഇങ്ങനെ നല്ല തടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ അവനെ വറുത്തടിക്കാനൊന്നും പോണില്ല കേട്ടോ. അവൻ വളരുന്നത് വരെ വളരട്ടെ എന്നുള്ളൊരു ഇതിലാണ് ഞാൻ ഇരിക്കുന്നത്. ഞാൻ ഏത് റീല്, റോഡ്, ഫ്രോഗ് മേടിക്കുന്ന ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്തൊന്ന് ഹെൽപ്പ് ചെയ്യണേ. എന്നാലും മാത്രമേ നമ്മൾക്ക് വേഗം തന്നെ പോയിട്ട് നമ്മൾക്ക് മേടിച്ചിട്ട് നല്ല വലിയ മീനിനൊക്കെ പിടിക്കാൻ പറ്റുള്ള ഗായ്സ്. അപ്പം എന്നെ ഹെൽപ്പ് ചെയ്യണം. പിന്നെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ബൈ.